കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ ഇന്നും ഗതാഗത കുരുക്ക്. 7-ാം വളവിൽ ടൂറിസ്റ്റ് ബസ്സും 7-ാം വളവിന് താഴെ ലോറിയും ബ്രേക്ക് ഡൌൺ ആയി. അർദ്ധരാത്രി തുടങ്ങിയ ഗതാഗത കുരുക്ക് ഇപ്പോഴും തുടരുകയാണ്. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വീണ്ടും ചേരുന്നത്. സമീറെ, അവിടെ ഒരു ഗതാഗത കുരുക്കുണ്ടായാൽ എന്തുമാത്രം പ്രായോഗിക പ്രശ്നം ഉണ്ടാകും നമുക്കറിയാം. ഈ കുരുക്ക് എപ്പോഴേ കഴിയും? ഹാഷ്മി, ക്രിസ്റ്റീന, ഇന്നും ഗതാഗത കുരുക്കിന് കുറവൊന്നുമില്ല. താമരശ്ശേരി ചുരത്തിൽ അർദ്ധരാത്രി തുടങ്ങിയ ഗതാഗത കുരുക്കാണ് ഇപ്പോഴും തുടരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരുന്നു പുതുവത്സരാഘോഷത്തിൻ്റെയൊക്കെ ഭാഗമായിക്കൊണ്ടുള്ള വലിയ ഗതാഗത കുരുക്ക്. അതിനൊക്കെ ഒരു അറുതി വന്നതാണ്. അതിന് പിറകെയാണ് ഇപ്പോൾ വീണ്ടും ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു ഗതാഗത കുരുക്കിന് ഇടയാക്കുന്നത് 7-ാം വളവിൽ ഒരു ബസ് കേടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെയാണ് 7-ാം വളവിന് താഴെ ഒരു 14 ടയറുള്ള ഒരു ലോറിയും അത് ബ്രേക്ക് ഡൗൺ ആയിരിക്കുകയാണ്. ഈ 2 വാഹനങ്ങൾ അവിടെ ബ്രേക്ക് ഡൗൺ ആയ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഗതാഗത കുരുക്ക് രൂക്ഷമായിരിക്കുന്നത്. ഇപ്പോൾ വൺ വേ ആയിക്കൊണ്ട് ചെറിയ വാഹനങ്ങൾ മാത്രമാണ് കടത്തിവിടുന്നത്. മറ്റു വാഹനങ്ങളൊക്കെ തന്നെ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ചുരത്തിൽ പോലീസ് എത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ ചുരം വളണ്ടിയേഴ്സും എത്തിയിട്ടുണ്ട്. ഈ മെക്കാനിക്കിനെ കൊണ്ടുവന്നുകൊണ്ട് വാഹനങ്ങൾ അതിൻ്റെ തകരാർ പരിഹരിച്ച് മാറ്റിയെങ്കിൽ മാത്രമേ ഗതാഗതം പൂർണ്ണ തോതിൽ ആരംഭിക്കാൻ കഴിയുകയുള്ളൂ. അതിനിപ്പോൾ അതിൻ്റെ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ഈ 14 ചക്രങ്ങളുള്ള ലോറി ശരിയാക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അത് ശരിയാക്കുന്ന മുറക്ക് അത് അരികിലേക്ക് മാറ്റും. ഒപ്പം തന്നെ പിന്നീടായിരിക്കും ഈ ബസ് അരികിലേക്ക് മാറ്റുക. ഈ 2 വാഹനങ്ങൾ മാറ്റിയാൽ മാത്രമേ പൂർണ്ണതോതിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ. വലിയ ഗതാഗത കുരുക്ക് തുടരുകയാണ്. ക്രിസ്റ്റീന, ഹാഷ്മി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.